ആറാട്ടുപുഴ പൂരത്തിന് ഭൂതപ്രേത പിശാചുക്കളുടെ സാന്നിധ്യം ഉണ്ടാവുമെന്ന് പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പൂരനാളിൽ മരിച്ചുപോയ പിതൃക്കളും യക്ഷികളും ഗന്ധർവന്മാരും ആറാട്ടുപുഴയിൽ ഉണ്ടാവുമെന്ന്. ആറാട്ടുപുഴ പൂരത്തിന് 33 ദേവഗണങ്ങൾ പങ്കെടുക്കുന്നു എന്നാണ് വിശ്വാസം. മറ്റു പൂരങ്ങളെ പോലെ ആഘോഷങ്ങൾക്ക് വലിയ പ്രാധാന്യമില്ലെങ്കിലും പൂര ദിവസം രാത്രി അഭൂതപൂർവമായ തിരക്കാണ് കാണുക. പായ വിരിച്ച് തേവരുടെ വരവ് കാണാൻ ആളുകൾ കാത്തിരിക്കുന്നത് കാണാം. അകലെ നിന്നും നോക്കുമ്പോൾ കാണുന്ന ആ തിരക്ക് തേവരുടെ വരവോടെ ഇല്ലാതാകുന്നു. മോക്ഷത്തിനായി കാത്തു നിൽക്കുന്ന ആത്മാക്കൾക്ക് ശ്രീഭൂമി സമേതനായ തേവരുടെ ദർശനത്തിലൂടെ മോക്ഷം കിട്ടി അവർ മാഞ്ഞു പോകുന്നു എന്നാണ് വിശ്വാസം. ആറാട്ടുപുഴ പൂരത്തിന് 33 ദേവഗണങ്ങൾ പങ്കെടുക്കുന്നത് കൊണ്ട് അന്നേ ദിവസം മധ്യ കേരളത്തിലെ ക്ഷേത്രങ്ങൾ അത്താഴപൂജയ്ക്ക് ശേഷം വേഗം നടയടയ്ക്കുന്നു. പൂരത്തിന് എല്ലാ ദേവീദേവന്മാരും പങ്കെടുക്കാൻ ഈ പുണ്യഭൂമിയിലേക്ക് എത്തിച്ചേരുന്നത് കൊണ്ടാണ് നേരത്തെ എല്ലാ ക്ഷേത്രങ്ങളിലും നടയടയ്ക്കുന്നത്. പൂരത്തിന് എത്തിച്ചേർന്നില്ലെങ്കിൽ അവർ കാശിയിലേക്ക് പോയി എന്നാണ് വിശ്വസിച്ചിരുന്നത്. ദേവസംഗമത്തിന് സാക്ഷിയാകുവാനും മോക്ഷം ലഭിക്കുവാനും പുണ്യം ലഭിക്കുവാനും ഒഴുകിയെത്തുന്ന ജനക്കൂട്ടങ്ങളെ നമുക്ക് ഇന്നും ആറാട്ടുപുഴയിൽ കാണാം.